ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെക്ഷൻ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഇത് കംപ്ലീറ്റ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 2 നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Second question, which are the characters that are treated sympathetically in the novel and those that are not? നോവലിൽ സഹതാപപൂർവം പരിഗണിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടാത്തതുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. The novel Tamas by Bisham Shani presents a complex, nuanced portrayal of its characters, with some being treated sympathetically and others not. The characters that are treated sympathetically are often those who are victims of circumstances, struggling to survive and maintain their humanity in the face of violence and trauma. One such character is Nathu, the Skinner, who is coerced into killing a pig by Murad Ali. Nathu's actions are driven by desperation and a desire to earn a living rather than any malicious intent. The novel portrays Nathu's inner turmoil and guilt, evoking sympathy from the reader. Similarly, Harnam Singh and his wife Banto, a Sikh couple, are treated sympathetically as they are forced to flee their home and seek shelter in a Muslim locality. Their experiences and emotions are portrayed in a way that elicits sympathy and understanding. Other characters such as Raja, Eshan Ali, and Ramzan, the Muslim family who shelter Harnam Singh and Banto, are also treated sympathetically. Their actions demonstrate kindness, generosity, and humanity, highlighting the importance of compassion and empathy in the face of adversity. ബിഷം ഷാനിയുടെ തമാസ് എന്ന നോവലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ സിമ്പത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സഹാനുഭൂതിയോടെ നോക്കിക്കാണുന്ന ക്യാരക്ടേഴ്സും അല്ലാതെയുള്ള ക്യാരക്ടേഴ്സിനെയും കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരോട് നമുക്ക് സഹാനുഭൂതിയോടെ ഇവിടെ നോക്കി കാണുന്നുണ്ട്. അത് ചിലർ സഹാനുഭൂതിയോടെ അങ്ങനെ നോക്കി കാണുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ, ആ ബുദ്ധിമുട്ടുകളെ, ആ ഒരു ബുദ്ധിമുട്ടുകളെയും ആ സർക്കംസ്റ്റാൻസസൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ്സിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ നമ്മൾ പഠിക്കുന്നതാണ് ഈ രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സ്. നാത്തു എന്നൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഒരു തൊലി ഉരിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്, സ്കിന്നർ എന്നാണ് നമ്മളിവിടെ പറയുന്നത് നാത്തുവിൻ്റെ ക്യാരക്ടറിന്. അദ്ദേഹം മുരാദ് അലി എന്ന് പറയുന്ന വ്യക്തി ഫോഴ്സ് ചെയ്യുകയാണ് നാത്തു എന്ന വ്യക്തിയോട് ഈ പന്നിയുടെ തൊലി ഉരിയാനായിട്ട്. അപ്പോൾ നാഥുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടി ചെയ്യുന്ന ഒരു വർക്കാണത്, ഒരു കാര്യമാണത്. എന്നാൽ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ടുള്ള അതിയായ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സിൽ കരുതുന്ന ഒരു വ്യക്തിയാണ് നാത്തു. അതുകൊണ്ട് മാത്രം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ് മുരാദ് അലി പറയുന്നത്. ഇവിടെ നാത്തു എന്ന ക്യാരക്ടറിനോട് റീഡേഴ്സിന് ഒരു സഹതാപമാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡിസയറാണ്, എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് ഏൺ ചെയ്യണം, ഒന്ന് ജീവിക്കണം, ഡെയിലി ഫുഡിന് വേണ്ടിയിട്ട് ഏൺ ചെയ്യണം. അങ്ങനെ എന്താ പറയുക, ഒരു തരത്തിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് മുരാദ് അലി പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രഗിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ടർമോയിൽ ആൻഡ് ഗിൽട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിരാശ, വിഷമം, അതേസമയം അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയുമില്ല. ആ ഒരു രണ്ട് സിറ്റുവേഷൻ്റെ ഇടയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് നാത്തു. അപ്പോൾ ഇവിടെ എന്തായാലും റീഡേഴ്സിന് എന്താണ് ഇവിടെ തോന്നുന്നത്? ഇദ്ദേഹത്തിനോട് സിമ്പതിയാണ് ഫീൽ ചെയ്യുന്നത്. മറ്റു രണ്ട് ക്യാരക്ടേഴ്സാണ് ഹർനാം സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫ് ബാൻറ്റോയും. ഇവർ രണ്ടാളും സിഖ് കപ്പിൾസാണ്. ഇവർ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ, ആ ഒരു എന്താ പറയുക,
ആ ഒരു പാർട്ടീഷൻ്റെ ഒക്കെ സമയത്ത് ഇവർ ഇവിടെ നിന്നും ഓടി പോവുകയാണ്, അവരുടെ സ്ഥലത്ത് നിന്നും അവർ ഓടി പോവുകയാണ് ചെയ്യുന്നത്. അവരെത്തിപ്പെടുന്നത് ഒരു മുസ്ലിം വ്യക്തികൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലാണ്. ഓക്കെ, അവരുടെ സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ മുസ്ലിം ജനങ്ങൾ വളരെയധികം സഹാനുഭൂതിയോടെ, ഓക്കെ, പിന്നെയും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് സിമ്പതി. അപ്പോൾ വെരി സിമ്പത്തറ്റിക്കലി ആണ് ഈ കപ്പിൾസിനോട് അവർ പെരുമാറുന്നത്. രാജോ, എഷാൻ, അലി, റംസാൻ ഇവരെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഇവർ മുസ്ലിം ഫാമിലിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ മുസ്ലിം ഫാമിലിയിലാണ്. അപ്പോൾ ഇവരാണ് ഹർനാം സിംഗിനും അതുപോലെ ബാൻഡോയ്ക്കും ഷെൽട്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഇവരാണ് ഇവിടെ സിമ്പതി കാണിച്ചിരിക്കുന്ന വ്യക്തികൾ. ഓക്കെ. On the other hand, characters like Murad Ali and Ranveer are not treated sympathetically. Murad Ali's actions are portrayed as manipulative and exploitative, while Ranveer's involvement with a group of warriors suggests lack of empathy and a willingness to perpetuate violence. These characters' actions and motivations are presented in a way that critiques the dangers of communalism and extremism. The character of Richard, the deputy commissioner, is more complex. While he is portrayed as a capable administrator, his relationship with his wife Lisa and his role in maintaining law and order are presented in a way that highlights the complexities of colonialism and the moral ambiguities of his position. ഇവിടെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഇവിടെ മുരാദ് അലിയെയും രൺവീറിനെയും ഇവർ രണ്ടാളെയും സിമ്പത്തറ്റിക്കലി അല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മുരാദ് അലിയുടെ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കൂടുതലും വയലൻസിനോട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഈ മുരാദ് അലിയും അതുപോലെ തന്നെ രൺവീർസും. ഇവിടെ രൺവീറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ച് വേരിയേഴ്സായിട്ട് വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നത്. വയലൻസ് ആണ് ഇവിടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ രൺവീർ ആയാലും മുരാദ് അലി ആയാലും വർഗീയതയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വയലൻസിനെയാണ് ഇവിടെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു വ്യക്തിയാണ് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ റിച്ചാർഡ്. ഓക്കെ, റിച്ചാർഡിനെ കുറിച്ച് ഇവിടെ അതുപോലെ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് ലിസയുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലാണ് അദ്ദേഹം. ആ ഒരു ബന്ധത്തിൽ കൂടെ ഇവിടെ കാണിക്കുന്നത് ഇദ്ദേഹം ഒരു കേപ്പബിൾ ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കൊളോണിയാലിസത്തിന് എതിരെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളും ഇദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമാണ്. The novel also presents a nuanced portrayal of the refugees and victims of the violence, highlighting their experiences, emotions, and struggles. These characters are often portrayed as ordinary people who are caught up in extraordinary circumstances, struggling to survive and maintain their humanity. Overall, the novel Tamas presents a nuanced and complex portrayal of its characters, with some being treated sympathetically and others not. The sympathetic characters are often those who demonstrate kindness, compassion, and humanity, while those who perpetuate violence and extremism are portrayed critically. The novel's portrayal of its characters serves as highlights the human cost of violence and trauma, and the importance of empathy and compassion in the face of adversity. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മളിവിടെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സിമ്പത്തറ്റിക് ആയിട്ടുള്ളവരെയും സിമ്പത്തറ്റിക് അല്ലാത്ത പെരുമാറുന്നവരെയുമാണ് തമാസ് എന്ന നോവലിൽ കൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ കൂടുതലായിട്ടും കൈൻഡ്നസ്, കമ്പാഷൻ, ഹ്യൂമാനിറ്റി എന്നീ വാല്യൂസുകൾ ഉള്ളവർ തന്നെയാണ്. മറ്റ് അതർ സൈഡ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ സിമ്പത്തറ്റിക് അല്ലാത്തവർ എങ്ങനെയായിരിക്കും? അവർ വയലൻസും എക്സ്ട്രീമിസും ഒക്കെ എന്താ പറയുക, വയലൻസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റു തരത്തിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്.
ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 3. If you were to choose the best scene in the novel, which one or ones would you choose? Why? നിങ്ങൾ ഇതിലത്തെ ഒരു ബെസ്റ്റ് സീൻ ഈ നോവലിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? എന്തുകൊണ്ട്? One of the most striking scenes in the novel Tamas is one where Nathu confesses to his wife and about killing the pig and throwing it at the mosque. This scene is significant because it highlights Nathu's inner turmoil and guilt and showcases the complexity of human emotion in the face of moral dilemmas. Nathu's wife's reaction, though initially shocked, is also noteworthy as she tries to rationalize the situation and absolve Nathu of his guilt. This scene is a powerful portrayal of the human condition and it underscores the themes of morality, guilt, and redemption that run throughout the novel. താമാസ് എന്ന നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് നാത്തു അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ഈ പിഗിനെ എങ്ങനെയാണ് അദ്ദേഹം തൊലി ഉരിഞ്ഞതും അതുപോലെ മോസ്കിലോട്ട് വലിച്ചെറിഞ്ഞതും ആ ഒരു കാര്യം അദ്ദേഹം കൺഫസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവളോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാത്തു എന്നൊരു വ്യക്തിയുടെ ടർമോയിൽ, ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ആളി കത്തുന്ന ഒരു തീ എന്നൊക്കെ പറയാം, അതും അവൻ്റെ ആ നിരാശ, കുറ്റബോധം, ആ ഒരു കാര്യം അവൻ അവളോട് ഇങ്ങനെ തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ അത്ര വലിയൊരു വിഷമം ഉണ്ടായിരുന്നു, അത് അവൻ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ആർക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, അല്ലേ? നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ തുറന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു റിയാക്ഷൻ, ഫസ്റ്റ് അത് കേട്ട വഴിക്ക് അവൾ ഭയങ്കര ഷോക്ക്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അതേസമയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയല്ല, അവിടെ ആ സിറ്റുവേഷനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് വൈഫിന് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ താമസ് എന്ന നോവലിൽ തന്നെ വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ കണ്ടീഷനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു സീനാണിത്. ഓക്കെ, another scene that stands out is the one where the Sikh women led by Jasip Kaur jump into the well to avoid being captured and humiliated by the Muslim attackers. This scene is a harrowing portrayal of the violence and trauma inflicted upon women during the partition, and it highlights the desperation and resilience of those who were caught up in the conflict. The image of the women jumping into the well is a powerful and haunting one, and it serves as a testament to the brutality and trauma of the partition. ഇവിടെ പാർട്ടീഷൻ്റെ ഒരു സമയത്തുണ്ടാകുന്ന വേറൊരു സീനിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പാർട്ടീഷൻ്റെ ഈ സമയത്ത് വളരെ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീകളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ ഒരു ടൈമുണ്ട് ഈ പാർട്ടീഷൻ്റെ ടൈമിൽ. അപ്പോൾ ജാസ്ബീർ കൗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ സിഖ് വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ മീൻസ് മുസ്ലിമുകളാണല്ലോ ഓടിച്ചിട്ട് പിടിക്കുന്നത്, അപ്പോൾ അവരാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിഖ് വിഭാഗത്തിലുള്ള സ്ത്രീകളോട് ജാസ്ബീർ പറയുകയാണ്, അവർ പിടിക്കാൻ വരുമ്പോൾ നിങ്ങൾ കിണറ്റിൽ ചാടി രക്ഷപ്പെടുകയല്ല എങ്കിലും അവരുടെ പിടിയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാം, രക്ഷ നേടാം എന്ന് പറയുകയാണ്. പക്ഷെ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ വളരെ ഭയാനകമാണ്, വളരെ എന്താ പറയുക, ഏറ്റവും വിഷമമുള്ള ഒരു സ്ട്രഗിളാണ്, അല്ലേ? എന്തായിരിക്കും ആ കിണറ്റിലൊക്കെ ചാടിക്കഴിഞ്ഞുള്ള ഒരു അവസ്ഥ. അപ്പോൾ അത്രയും സ്ത്രീകൾ അന്ന് ബുദ്ധിമുട്ടിയിരുന്ന ആ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ ഈ ഒരു താമാർ എന്ന നോവലിൽ കൂടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീനും വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ്, വളരെ എന്താ പറയുക, ഇംപ്രസ് ചെയ്യുന്ന, നമുക്ക് അത്രയും വിഷമം വരുന്ന ഒരു സീൻ തന്നെയാണ്. The scene where Iqbal Singh is forced to convert to Islam is also a significant one. This scene is
a brutal portrayal of the violence and coercion that many people faced during the partition, and it highlights the ways in which people's identities and lives were torn apart by the conflict. Iqbal's humiliation and trauma are palpable, and the scene serves as a powerful indictment of the violence and extremism that characterized the partition. The novel's portrayal of the Relief Committee office is also noteworthy. This scene highlights the chaos and trauma faced by the refugees, and it showcases the complexity of human emotions in the face of disaster. The characters' stories and experiences are woven together in a way that created a powerful and moving narrative. The scene serves as a testament to the human cost of the partition, and it underscores the importance of empathy and compassion in the face of adversity. അതുപോലെ മറ്റൊരു ഹാർട്ട് ബ്രേക്കിംഗ് സീനാണ് ഇക്ബാൽ സിംഗിൻ്റെ. അദ്ദേഹത്തിനോട് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ പാർട്ടീഷൻ്റെ ടൈമിങ്ങിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഈ ഇക്ബാൽ സിംഗ് മുസ്ലിം ആകാനായിട്ട് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മുസ്ലിം കൺവേർട്ട് ആവാനായിട്ട് പറയുമ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ട ഹ്യൂമിലിയേഷൻ, ട്രോമ, അതൊന്നും നമുക്ക് എക്സ്ട്രീം ലെവലാണ്. എക്സ്ട്രീം ലെവലാണെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സീനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ മറ്റൊരു സീനാണ് ദ റിലീഫ് കമ്മിറ്റി ഓഫീസ്. അവരൊരു സഹാനുഭൂതിയോട് കൂടി ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് അവിടെ റെഫ്യൂജീസിന് അവിടെ താമസിക്കാനൊരു സ്ഥലം, അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഈ പാർട്ടീഷൻ്റെ സമയത്ത് അനുഭവിച്ച ദുരിതങ്ങളും അങ്ങനെ അവരെല്ലാം ഒത്തുചേരുന്നതും അവരുടെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്നത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, മനുഷ്യനോട് തന്നെയുള്ള ആ ഒരു അനുകമ്പയോ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗീയമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചിട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഹ്യൂമൻ കോസ്റ്റാണ് ഇവിടെ നൽകേണ്ടി വരുന്നത്. The final scene, where the peace committee is formed and Murad Ali raises slogans for peace and Hindu-Muslim unity, is also significant. This scene is a hopeful one, and it suggests that even in the midst of violence and trauma, there is always the possibility for peace and reconciliation. The image of Murad Ali, who had earlier instigated violence, now advocating for peace, is a powerful one, and it serves as a testament to the complexity of human nature. Overall, these scenes are some of the most striking in the novel because they highlight the complexity of human emotions, the brutality of violence, and the importance of empathy and compassion. They serve as a powerful portrayal of the human condition, and they underscore the themes of morality, guilt, and redemption that run throughout the novel. The scenes are vividly described, and they created a lasting impression on the reader. The novel's portrayal of the partition is a powerful and thought-provoking one, and it serves as a testament to the importance of understanding and empathy in the face of adversity. ഫൈനൽ സീനിൽ മുറാദ് അലിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അദ്ദേഹം സ്റ്റാർട്ടിങ്ങിലൊക്കെ വയലൻസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രേരണയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് ഈ മുറാദ് അലി തന്നെയാണ് സമാധാനത്തിനായിട്ടുള്ള ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടുകളും സ്ട്രഗിളിലൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, പീസ് അല്ലെങ്കിൽ ഇനിയൊരു പഴയ രീതിയിലുള്ള ഒരു ജീവിതത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്ന രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ച ഇവർക്ക് കിട്ടാനായിട്ട് തുടങ്ങി. മീൻസ് ദർ ഇസ് എ ന്യൂ ഹോപ്പ് എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, ഒരു പുതിയ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യാശ
നൽകിയ ഒരു വ്യക്തിയാണ് മുറാദ് അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാലും ഈ ഒരു ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന ആ ഒരു സീൻ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എടുത്തു കാണിക്കുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്: ഹ്യൂമൻ ഇമോഷൻസ്, ബ്രുട്ടാലിറ്റി ഓഫ് വയലൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് കമ്പാഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ തീമായിട്ട് വരുന്നത് മൊറാലിറ്റി, ഗിൽറ്റ് ആൻഡ് റിഡംഷൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു നോവലിൽ മെയിനായിട്ട് പാർട്ടീഷനാണ്. ഓക്കെ, പാർട്ടീഷൻ നടത്തുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യത്വം വിടുന്നതെന്നും അതേസമയം മറുവശത്ത് എങ്ങനെയാണ് കുറച്ചധികം ആൾക്കാർ സിമ്പതിയിലൂടെ അനുകമ്പ എന്നീ പറയുന്ന കുറച്ച് വാല്യൂസൊക്കെ ഉള്ളതെന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 2 ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, so thank you for watching the video and we'll meet you with the next video. By then, take care and goodbye.